ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലിസ് വിത്ത് അനിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡേ 6 വരെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഡേ 7 ആണ്. അപ്പോൾ ഡേ 7-ൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് മണി ബ്ലോക്ക് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ് ഡേ 7-ൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കളിലേക്കുമൊക്കെ ഷെയർ ചെയ്യുക. അതിനുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും മെഡിറ്റേഷൻ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക. അഫർമേഷൻ എഴുതുക. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുക. നിങ്ങൾ എപ്പോൾ ഇത് മുടങ്ങാതെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ടെൻഷൻ എടുക്കാതെ വിഷമിച്ച് ഇരിക്കാതെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള മാർഗങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ കരുതുക, നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാവാനാണ് ഇവർക്ക് താല്പര്യം എന്നുള്ള രീതിയിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ദുഃഖങ്ങൾ വരാനുള്ള മാർഗങ്ങളാവും ഉണ്ടാവുക. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ 24 മണിക്കൂർ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് ഹാപ്പിനെസ് എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഹാപ്പിനെസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇതിൻ്റെ മുന്നേ ചിന്തിച്ചു കൂട്ടിയ ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പാട്ടിലേക്ക് വിട്ടുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഹാപ്പിനെസ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അത്രത്തോളം കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. 24 hours എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് മണി ബ്ലോക്ക് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മളുടെ ജീവിതത്തിൽ മണി ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പണത്തിന് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നത്. അതിനുള്ളൊരു മാർഗമാണ് നമ്മുടെ കയ്യിൽ എത്ര പണമാണോ, അതായത് 10 രൂപ, 100 രൂപ, 50 രൂപ, 500 രൂപ, ഏതാണോ നിങ്ങളുടെ കയ്യിൽ ആ ഒരു സമയം അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു പണത്തെ എടുത്തിട്ട് നമ്മൾ പണത്തെ നോക്കിയിട്ട് പണത്തെ സ്മെല്ല് ചെയ്തിട്ട് പണത്തിനോട് പറയുക, ഡിയർ മണി, ഞാൻ നിന്നെ ഉപയോഗിച്ചിട്ട് ഒരു കാർ വാങ്ങാൻ കഴിഞ്ഞതിന് നിനക്ക് താങ്ക് യു ഡിയർ മണി, താങ്ക് യു. അതുപോലെ നമ്മൾ പണത്തെ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ, പണം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇതിനൊക്കെ നമ്മൾ ആ ഒരു പണത്തെ നോക്കിയിട്ട് നന്ദി പറയുക. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഗ്രേറ്റ്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ശീലമാക്കുന്നുണ്ടോ അത്രയേറെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു പണത്തെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആഹാര സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു സ്വീറ്റ്സ് അല്ലെങ്കിൽ ഒരു കേക്ക്, അങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുന്നത് പണത്തെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊക്കെ നമ്മൾ ആ ഒരു പണത്തെ നോക്കി എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. പണത്തിനോട് നന്ദി പറയുക. നിന്നെ ഉപയോഗിച്ചിട്ട് ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, അതിന് നിനക്ക് ഒരുപാട് നന്ദി, താങ്ക് യു ഡിയർ മണി, താങ്ക് യു. അതുപോലെ നീ എൻ്റെ വാലറ്റ് നിറഞ്ഞു നിൽക്കുന്നതിന് നിനക്ക് നന്ദി, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നതിന് നിനക്ക് നന്ദി. അങ്ങനെ ഈ പണത്തിനെ ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഒരു നന്ദി പറച്ചിൽ നമ്മൾ ഡെയിലി ശീലമാക്കുക. അതുപോലെ തന്നെ നമുക്ക് പണത്തിനോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സോറി പറയാനും മറക്കരുത്. ആ ഒരു പണത്തെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ പറയുക, ഡിയർ മണി, നിന്നെ ഞാൻ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. നീ എന്നോട് ക്ഷമിക്കൂ ഡിയർ മണി. അതുപോലെ ഡിയർ മണി, ഞാൻ നിന്നെ ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ നിന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കൂ. ഇങ്ങനെ നമ്മൾ പണം ഉപയോഗിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ ഇതിനും നമ്മൾ പണത്തിനോട് സോറി പറയാൻ ശ്രമിക്കുക. ഈ ഒരു 2 കാര്യങ്ങളും നിങ്ങൾ മറക്കാതെ ഡെയിലി, ഇപ്പം നമ്മുടെ വാലറ്റ് തുറക്കുമ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വാലറ്റ് തുറക്കുമ്പോൾ നിങ്ങളവരെ പണത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സമയം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആരെല്ലാം
പണം തരുന്നുണ്ടോ, അതായത് നമ്മളൊരു കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ ആ കടക്കാരൻ നമുക്ക് ബാക്കി ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമ്മൾ ആ പണം തരുമ്പോൾ പറയുക താങ്ക് യു. ഇങ്ങനെ നമ്മളുടെ കൈകളിലേക്ക് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ആരാണോ പണം തരുന്നത്, ഏത് വ്യക്തിയാണോ തരുന്നത്, ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു വ്യക്തിയോട് താങ്ക് യു പറയുക. അതുപോലെ നമ്മൾ പണം കൊടുക്കുമ്പോൾ, ഒരു ബസ്സിന് ടിക്കറ്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പണം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് കടക്കാരന് കൊടുക്കുമ്പോൾ, അപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം കൊടുക്കാൻ. ഡിയർ മണി, നീ എന്നിലേക്ക് തന്നെ 10 മടങ്ങായി തിരിച്ചു വന്നതിന് നന്ദി. ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് വേണം നമ്മൾ ഒരു രൂപ പോലും നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള മണി ബ്ലോക്ക് തനിയെ മാറിക്കോളും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പണം ഉപയോഗിച്ചിട്ട് വാങ്ങാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സമയത്തിൽ പണം ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് ആ ഒരു പണം എത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. യൂണിവേഴ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ നന്ദി പ്രകാശിക്കുമ്പോൾ എത്രത്തോളം നന്ദിയുള്ളവരാണോ അത്രത്തോളം ഹാപ്പിയും നമ്മളുടെ കാര്യങ്ങൾ നടക്കാനുമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണോ അത്രത്തോളം നല്ല കാര്യങ്ങളാവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ ഒരു മണി അഫർമേഷനും കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ മണി അഫർമേഷൻ എന്നൊരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു മണി അഫർമേഷൻ വീഡിയോ നിങ്ങൾ കേൾക്കുക. അതുപോലെ ഡെയിലി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ ഒരു മണി അഫർമേഷൻ ഹെഡ്സെറ്റ് വെച്ച് തന്നെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഈ ഒരു മണി അഫർമേഷൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഉറങ്ങാൻ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മണി ബ്ലോക്ക് മാറി നിങ്ങളുടെ ജീവിതത്തിൽ പണം വരാനുള്ള ഓരോരോ മാർഗങ്ങൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ മണി ബ്ലോക്കുകളും മാറി നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു യൂണിവേഴ്സ്. ലവ് യു. ബൈ.